കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 37. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമഃ. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന എന്ന് പറഞ്ഞാൽ ജന്തുക്കൾക്ക് ഉള്ളിൽ, അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പരമാത്മ ചൈതന്യമായി വർത്തിക്കുന്ന, അതായത് എല്ലാ സർവഭൂതങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായി അല്ലെങ്കിൽ ചൈതന്യ പ്രദായകനായി പ്രകാശിക്കുന്ന, പിന്നെന്താ, നിന്നുടയ മീൻസ് ഭഗവാന്റെ, അങ്ങയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ, നിൻ്റെ പൊരുൾ അല്ലെങ്കിൽ ഭഗവാന്റെ എന്നർത്ഥം, ഭഗവാൻ എന്നർത്ഥം. അങ്ങനെയുള്ള നിന്നുടയ ഭഗവാന്റെ ബന്ധം വിടാതെ, അതായത് അവനവൻ്റെ ആ സ്വസ്വരൂപം, സ്വന്തം സ്വരൂപത്തിന് ഒരു മാറ്റവും വരാതെ, ആ ബന്ധം വിടാതെ വെച്ചാൽ ബന്ധം ഉപേക്ഷിക്കാതെ, അല്ലെങ്കിൽ എന്താ, അവനവൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ മാറാതെ, സതതം പരിപൂർണാത്മന പരിപൂർണമായി സദാ സർവത്ര നിറഞ്ഞു നിന്നുകൊണ്ട്, എല്ലാ ദിക്കിലകത്തും പുറത്തും, ഉള്ളിൽ അന്തര്യാമിയെ പറഞ്ഞില്ലേ, പുറത്തും ഭഗവാൻ തന്നെ. തന്തൗ ചരടിൽ, തന്തു എന്ന് പറഞ്ഞാൽ നൂലെന്നാണ് ഈ തന്തു. തന്തൗ ചരടിൽ അല്ലെങ്കിൽ നൂലിൽ മണിപ്രകരഭേദങ്ങൾ പോലെ, പലതരം മുത്തുകളെ രത്നങ്ങളൊക്കെ കോർത്ത പോലെ, പരമെന്തെന്തു ജാതമിഹ, അങ്ങനെ എത്ര കാര്യങ്ങളാണ്, വസ്തുക്കളാണ് ഈ ജഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഹരേ നാരായണായ നമഃ എന്നാണ്. അപ്പോൾ അത് നമുക്കത് കുറച്ചും കൂടി കുറച്ച് പറയാനുണ്ട്. എന്താ വെച്ചാൽ ഭഗവാൻ സർവവ്യാപിയാണല്ലോ, സർവവ്യാപിയാണ്, അഖണ്ഡ ബോധസ്വരൂപനാണ് ഭഗവാൻ. അല്ലെങ്കിൽ ശരിക്കും ഇപ്പം നമുക്ക് ഭഗവാന് രൂപമില്ല, അങ്ങനെയാണ് ശരിക്കും. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അഖണ്ഡ ബോധമാണ്, അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈശ്വരൻ എന്ന് പറയുകയാണെങ്കിൽ, അതുകൊണ്ട് എല്ലാ ജീവികളുടെയും എല്ലാ ദിക്കിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്, പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാ ജീവികളുടെയും അന്തര്യാമിയായി ഹൃദയത്തിലും ചെയ്യണമെന്ന് പറയാം. അകത്തും പുറത്തും ഒക്കെ ഉണ്ട്. പക്ഷെ അകത്ത് നമ്മളെ ചൈതന്യവത്താക്കുന്ന ആ അംശം ബോഡിയുടെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിലാന്നേ ഉള്ളൂ. ഈ ശക്തി എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അകത്തുള്ള ശക്തി ഈ ബോഡിയാൽ ചുറ്റപ്പെട്ട്, ബോഡിയാൽ ലിമിറ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ചൈതന്യം നമ്മളെ ചൈതന്യവത്താക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാം വെച്ചാൽ, ഞാനുണ്ട്, ഐ എക്സിസ്റ്റ് എന്ന് എല്ലാ ജീവികൾക്കും, മനുഷ്യന്മാർക്കല്ല, ജീവനുള്ള എല്ലാ ജീവികൾക്കും ഞാനുണ്ട്, ഐ എക്സിസ്റ്റ് എന്ന് ഉണർന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ അനുഭവമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എന്ന് സദാ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്പന്ദിക്കുന്നുണ്ട്. ആ ഞാനാണ് നമ്മൾ അറിയണില്ല, നമ്മൾ ദേഹ വിചാരിക്കുക. എപ്പോഴും ആ ഞാനാണ് സ്പന്ദിക്കണത്. ഞാൻ എന്നുള്ള ആ പരമാത്മ ചൈതന്യം അതിങ്ങനെ സ്പന്ദിക്കുന്നുണ്ട്. ആ പരമാത്മ ചൈതന്യം അതുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ആ പുറത്തുള്ള, അല്ലെങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്പന്ദിക്കണത്. എന്താ, ഞാൻ എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ അകത്തേക്ക് നോക്കി, പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെ മുഴുവൻ അകത്തേക്ക് വലിച്ച് നമ്മൾ അകത്തേക്ക് നോക്കിയാൽ, അന്വേഷിച്ച് കണ്ടെത്തിയവരുണ്ടല്ലോ, അതിനെ നമ്മൾ ആ ഞാൻ എന്നുള്ള ഉണ്മ എന്ന് പറയും. ആ എക്സിസ്റ്റ് എന്നുള്ള ആ ബോധം ഉണ്ടല്ലോ, ആ ഞാൻ എന്ന് നമ്മൾക്ക് തോന്നുന്ന അതിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ നമുക്ക് അത് കണ്ടെത്തി. അപ്പം നമുക്ക് ജഗത്ത് മുഴുവൻ, എൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എൻ്റെ ഉള്ളിലുള്ളതെന്നും മറ്റൊന്നും ഇവിടെ ഇല്ല എന്നും
അനുഭവമാവും അതിനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ. അതാണ് എഴുത്തച്ഛൻ ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ എന്ന് പറഞ്ഞത്. അതായത് എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ സർവ്വവ്യാപിയാണ്. അപ്പം നമ്മുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ആ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം നമ്മുടെ ഈ ബോഡിയിൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ ലിമിറ്റഡ് ആണെന്ന് മാത്രം. അതുകൊണ്ട് ഒരു അംശം എന്ന് പറയാം. പിന്നെ എഴുത്തച്ഛൻ പറഞ്ഞില്ലേ സന്തതം പരിപൂർണനുമാണ് പറഞ്ഞില്ലേ. എന്താ വെച്ചാൽ സർവ്വവ്യാപിയാണ്, എപ്പോഴും പരിപൂർണനാണ്, അകത്തും പുറത്തുമുണ്ട്. അതായത് ഈ നമ്മളെ ഞാൻ എന്ന് പറയുന്ന ആ പരമാത്മ ചൈതന്യം ആണ് ഞാൻ എന്ന് നമുക്ക് അങ്ങോട്ട് അനുഭവമായിച്ചോട്ടെ, അപ്പം തൊട്ട് നമുക്ക് തോന്നും എന്താ അറിയോ, ഇവിടെ അതല്ലാതെ ഒന്നുമില്ല, വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട് മായയുടെ ഇത് കാരണം നമുക്ക്. അതൊക്കെ ആ ഒരു ശക്തിയാൽ ചൈതന്യവത്താക്കുന്നതാണ്. എന്താ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും അടക്കം എല്ലാം ഈ ഭഗവാനാവുന്ന ചരടിൽ കോർത്ത വിവിധ രത്നങ്ങൾ പോലെയാണെന്ന്. അതാണ് നമ്മൾ കണ്ടില്ലേ അതിൽ ഈ ആ വലിയ തന്തു പറഞ്ഞ നൂല് മണിപ്രകരഭേദങ്ങൾ പോലെ. അതാണ് പറഞ്ഞത്. അതങ്ങോട്ട് മനസ്സിലായിച്ചോട്ടെ, ഞാൻ ആ പരമാത്മ ചൈതന്യമാണ്, ആ പരമാത്മ ചൈതന്യം തന്നെ ഈ ജഗത്ത് മുഴുവൻ നിറങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞ അനുഭവമായാൽ നമുക്ക് മനസ്സിലാവും എന്താ അറിയോ, ഈ സൂര്യചന്ദ്രന്മാരടക്കം ഉള്ളത് എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഒരേ ചരടിൽ കോർത്ത വിവിധ മുത്തോ രത്നോ പോലെയാണ്. അതായത് ഭഗവാനാകുന്ന ചരടിൽ ജഗത്തിലെ എല്ലാ വസ്തുക്കളെയും കോർത്താൽ കിട്ടണ ഒരു മാല നമുക്ക് സങ്കല്പിക്കാം. ആ ചരടിന് വലിച്ചാൽ എല്ലാം പോയി, എല്ലാം വീണ് പൊട്ടിപ്പോയി നശിക്കും അല്ലേ. അപ്പം സൂര്യചന്ദ്രന്മാരും മറ്റ് ജ്യോതിർഗോളങ്ങളും ഒക്കെ നമ്മളും, സൂര്യചന്ദ്രന്മാരും ബാക്കി ജ്യോതിർഗോളങ്ങളും നമ്മളും മൃഗങ്ങളും എല്ലാം ആ മാലയുടെ ഭാഗമാണ്. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, സൂത്രേ മണിഗണ ഇവ എന്ന് വളരെ പ്രസിദ്ധമാണല്ലേ. മത്തപ്പരതരം നാന്യൽ കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. അതായത് ഞാനല്ലാതെ എന്നിൽ നിന്നും അന്യമായിട്ട് ഇവിടെ യാതൊന്നുമില്ല അർജുന എന്നാണ്, ധനഞ്ജയാന്ന് അല്ലേ. ചരടിൽ മുത്തുമണികളെന്ന പോലെ എല്ലാം ഈ കാണുന്നതെല്ലാം എന്നിൽ കോർത്തിണക്കിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഇതേ ആശയാണ് എന്ത് ഏകദേശം മലയാളത്തിൽ പറയണു, ബന്ധം വിടാതെ പരിപൂർണാത്മന ജാതമിഹ എന്ന് പറഞ്ഞത്. അതായത് ജീവചൈതന്യം ഇല്ലാച്ചോട്ടെ നമ്മളടക്കമുള്ള എല്ലാം ജഡം. ഇപ്പോൾ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന സ്വയം പ്രകാശ സ്വരൂപിയായിട്ടുള്ള ആ പരമാത്മ ചൈതന്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പരബ്രഹ്മം ഇല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരടക്കം ജഡം. അപ്പോൾ ഈ ശരീരമില്ലാത്ത ആ ശക്തി അശരീരിയായിട്ടുള്ള ആ ഭഗവാനാണ്. അശരീരിയാണ്, ശരീരമില്ല, സട്ടിൽ ഫോമാണ്. അശരീരിയായിട്ടുള്ള ഭഗവത് ചൈതന്യമാണ്, ആ സട്ടിൽ ചൈതന്യമാണ് ഇവിടെ എല്ലാറ്റിനെയും ചൈതന്യവത്താക്കണതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് അനുഭവമാവാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ചരടിൽ കോർത്ത മാല നമ്മൾ സങ്കല്പിക്കുക, അതിൽ ഓരോ മുത്തും വേറെ തരാണെന്ന് പറ്റൂ. അതാണല്ലോ ജഗത്തിൽ കാണുന്നതൊക്കെ വേറെ 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 കാര്യങ്ങളല്ലേ, ഒന്നും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അതിൽ ഓരോ മുത്തും വലിപ്പത്തിലും അതിൻ്റെ കളറിലും വർണ്ണത്തിലും അത് എത്ര പ്രകാശിക്കണു എന്നുള്ളതും ഒക്കെ വ്യത്യസ്തമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം കേട്ടോ. അങ്ങനെയുള്ള മാലയുടെ ചരടാണ് ഭഗവാൻ. ഈ ജഗത്തിലെ എല്ലാ വസ്തുക്കളും ജീവജാലങ്ങളും ഒക്കെയാണ് ആ മുത്ത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എല്ലാ ജീവികളും കണ്ടാൽ വേറെ ആണെങ്കിലും എല്ലാവരുടെ അന്തര്യാമി ഒന്നാണ്, പുറത്തുണ്ട്. ഈ മായ കൊണ്ട് നമുക്ക് ഭേദഭാവന ഉണ്ടാവുകൊണ്ട് തോന്നുകയാണ്. ശരിക്ക് ആ ശക്തി മാത്രമേ ഉള്ളൂ ഇവിടെ. ആ ശക്തിയെ മറച്ചുകൊണ്ട് മായ നമുക്കിതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുകയാണേ. ഏതുപോലെ മൺപാത്രങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് മണ്ണാണെന്ന് തോന്നില്ല. മൺപാത്രങ്ങൾ ഭംഗിയുള്ള ഫ്ലവർ വേസൊക്കെ അതൊക്കെ നമുക്ക് കാണുമ്പോൾ മണ്ണാ തോന്നില്ല, പക്ഷെ ശരിക്കും ഒക്കെ മണ്ണാണല്ലോ. അതുപോലെ നമ്മളെ തോന്നിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇവിടെയുള്ള
എല്ലാ ജീവികളുടെ ഇപ്പോൾ ഒരു ഉറുമ്പ് നമ്മളെ അടുത്തുകൂടെ പോകുന്നത്, ആ ഉറുമ്പിൻ്റെ ഉള്ളിലത്തെ ജീവചൈതന്യവും, ഒരു നരി ഉണ്ടെങ്കിൽ നരിയുടെ ഉള്ളിലത്തെ, ആനയാണെങ്കിൽ ആനയുടെ ഉള്ളിലത്തെയും, നമ്മുടെ ഉള്ളിലത്തെയും, ഒരു അമീബയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ അതിനെയും ചൈതന്യവത്താക്കുന്നത് ഒരേ ചൈതന്യമാണ്, വേറെ ഒന്നും ഇവിടെ ഇല്ല എന്ന്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ ആ ശരിക്കുള്ള അദ്വൈത തത്വമാണ് പറഞ്ഞത്. അതായത് ഇവിടെ എന്നിൽ നിന്ന് അന്യമായി ഇവിടെ യാതൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ആ ശക്തിക്കൊരു മാറ്റവും വരുന്നില്ലേ. അതാണ് ബന്ധം വിടാതെ പറഞ്ഞ്. ആ ശക്തി പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണമാണ് എപ്പോഴും. അതിന്ന് എത്ര കുറച്ചെടുത്താലും കുറേ എടുത്താലും അതിന് കുറവ് വരില്ല. അത് പൂർണ്ണം തന്നെയാണ് എപ്പോഴും. അതാണ് ബന്ധം വിടാതെ എന്ന് പറഞ്ഞത്. അതാണ് ഇതിലത്തെ ആ ഒരിത്. എന്താ വെച്ചാൽ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ, എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഇവിടെ കാണുന്നതൊക്കെ എന്താണ്, ചരടിൽ മുത്തുമണികൾ എന്ന പോലെ എല്ലാം എന്നിൽ കോർത്തതാണ് എന്നാണ് അതിൻ്റെ ഒരു എസൻസ് കേട്ടോ. ഇനി അത് വായിച്ച് നമുക്ക് അടുത്തതും കൂടിയും ചെയ്യാം. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മന സതതം തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമഃ. അപ്പം അതൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണേ. എൻ്റെ ഉള്ളിലും ആ ഭഗവത് ചൈതന്യം തന്നെയാണ്. ആ ഭഗവത് ചൈതന്യം തന്നെയാണ് എല്ലാ ദിക്കിലും നിന്നും ഞാൻ ആ ഭഗവത് ചൈതന്യം തന്നെയാണെന്നും എനിക്ക് അനുഭവമാക്കി തരണേ നാരായണായ നമഃ എന്ന് നമുക്ക് പറയാം. ഇനി 38ാമത്തെ ശ്ലോകം വായിക്കാം. അത് ഈ ശബ്ദത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് 38 വായിക്കട്ടെ കേട്ടോ. എത്രയായി സമയം നോക്കട്ടെ കേട്ടോ. ഞാൻ കൂടി 12. 38ാമത്തെ ശ്ലോകം. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമൊരോതുന്ന ഗീതകളിലും പാൽപയോധിയിലും വീതിയിലുമൊന്നായി നിറഞ്ഞരുളുമാനന്ദരൂപ ഹരിനാരായണായ നമ. ചില വേർഷനിൽ 4ാമത്തെ വരി ആകാശവീതിയിലുമൊന്നായി നിറഞ്ഞരുളും ഓങ്കാരരൂപ ഹരിനാരായണായ നമ എന്നുണ്ട് അത്രേ. എൻ്റെയിലുള്ള പുസ്തകത്തിൽ ഓങ്കാര രൂപ എന്നല്ല കേട്ടോ, ആനന്ദരൂപ തന്നെയാണ്. 2 പുസ്തകത്തിലും ആനന്ദരൂപ എന്നാണ്, പക്ഷേ ഓങ്കാര രൂപ എന്നുണ്ട് അത്ര ചിലതിക്ക്. എന്തെങ്കിലും ആവട്ടെ, ഒന്ന് തന്നെയാണ് വെച്ചാൽ ഈ ആനന്ദം പിന്നെ പ്രണവം ബ്രഹ്മാണെന്ന് പറയൂലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാം. എന്തായാലും ഇപ്പോൾ ഇത് അനുസരിച്ച് നമുക്ക് പറയാം. യോഗീന്ദ്രരുള്ളിലും, അതായത് വലിയ വലിയ യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ എന്താ ഈ അനാഹത ധ്വനികളായും, ശബ്ദം ഇല്ലാത്തത്, അതായത് പ്രണവം എന്ന് പറയാം, പ്രണവധ്വനികളായും, പിന്നെയോ ഓതുന്ന ഗീതികളിൽ ചാലോ പരബ്രഹ്മം തന്നെ വിഷയമായിട്ടുള്ള വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, അതിലൊക്കെ പല പല സ്തുതികളും ഗീതങ്ങളും അല്ലാണ്ടേയും ഗീതങ്ങളൊക്കെ ഉണ്ട് കുറേ. ഭഗവത്ഗീത അടക്കം അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ എത്ര തരം ഗീത ഉണ്ട്. ഭഗവത്ഗീത, ഭിക്ഷുഗീത, ഗോപികാഗീത, രാമഗീത അല്ലേ, അങ്ങനെ അനവധി ഗീത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ എല്ലാ പാട്ടുകളിലും എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പാട്ട് രൂപത്തിലുള്ളതിലും വിഷയം പരബ്രഹ്മമായിട്ടുള്ള എല്ലാ ഗീതങ്ങളിലും, പിന്നെ പാട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ പാട്ടിൽ വിവിധ രാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ശബ്ദത്തിൻ്റെ മാറ്റം കൊണ്ടും ഈ ഏറ്റക്കുറച്ചിൽ കൊണ്ടും അല്ലേ, ആരോഹണം അവരോഹണം അതൊക്കെ മാറ്റുമ്പോഴൊക്കെയാണല്ലോ രാഗങ്ങൾ വേറെ വേറെ ആവണത്. അങ്ങനത്തെ വിവിധ രാഗങ്ങളുടെ രൂപത്തിലും ആകാശവീഥിയിലും, ആകാശത്തിനൊരു ശബ്ദം ഉണ്ടല്ലോ, നമ്മൾ 2 ചെവിയും അടച്ചു പിടിച്ചാൽ ഒരു ശബ്ദം കേൾക്കുമല്ലോ. ആകാശത്തിൻ്റെ തന്നെ എന്താ ശരിക്കും ആകാശത്തിൻ്റെ പിന്നെ തന്മാത്രയാണ്, സട്ടിൽ എലിമെൻ്റ് ആണല്ലോ പിന്നെ ശബ്ദം. അതിലേക്ക് ഞാൻ വരാം.
ആകാശത്തിൽ തന്നെ എപ്പോഴും ഇങ്ങനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഝങ്കാരനാദവിവ, ഝങ്കാരധ്വനി എന്ന പോലെ. അതായത് എല്ലാ ശബ്ദങ്ങളും ഈ ഒരു ശബ്ദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ ആദ്യം ഉണ്ടായ ശബ്ദം ഉണ്ടല്ലോ ഈ ജഗത്തുണ്ടായപ്പോൾ, അതിൽ നിന്നുണ്ടായതാണ് ഇവിടെയുള്ള ബാക്കി പാട്ടുകളടക്കം. പല 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 രീതിയിലുള്ള പാട്ടുകളും പിന്നെയോ യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ശബ്ദവും ആകാശത്തിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദവും ഒക്കെ ഒന്നാണ്. അതേപോലെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം ഒന്നായി നിറഞ്ഞരുളും അഖണ്ഡമായി നിറഞ്ഞു നിൽക്കുന്ന ആനന്ദരൂപ. ആനന്ദരൂപനല്ല, സച്ചിദാനന്ദരൂപനാണല്ലോ ഭഗവാൻ. നാരായണായ നമ, അല്ലെങ്കിൽ ഓങ്കാര രൂപം എന്നും പറയാം, പരബ്രഹ്മരൂപം. ഓങ്കാരം പരബ്രഹ്മാണെന്ന് പറയൂലോ, അപ്പോൾ ഓങ്കാര രൂപം എന്ന് എടുത്താലും തെറ്റില്ല. അങ്ങനത്തെ സച്ചിദാനന്ദ രൂപനായ നാരായണ നമ എന്നാണ്. അപ്പോൾ ഇതിൽ വലിയ വലിയ ഋഷിവര്യന്മാരുടെ ഹൃദയത്തിൽ അനാഹതധ്വനികൾ എന്ന് പറയും, പ്രണവധ്വനികളായും പല പല ഗാനങ്ങളിൽ വിവിധ രാഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ര 300 ചില്ലാൻ രാഗം ഉണ്ടെന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അതും പിന്നെ ഇനി ഒന്നും കൂടി ഉണ്ട്, അത് പറഞ്ഞില്ല. പാലാഴിയിൽ, അത് ഞാൻ വിട്ടതുകൊണ്ട് പാൽപയോധിയിലും, പാലാഴിയിൽ അതായത് മിൽക്കി ഓഷൻ, പാലാഴിയിലത്തെ തിരകളടിക്കുമ്പോഴത്തെ ശബ്ദവും ഒക്കെ ഈ ശബ്ദം തന്നെയാണെന്ന് പറയുകയാണ്. അതാണ് പാൽപയോധിയിലും ആകാശവീഥിയിലും, അത് ഞാൻ വിട്ടു പാൽപയോധി. അപ്പോൾ പിന്നെന്താണ്, ഈ ഋഷിവര്യന്മാരുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്ന അനാഹതധ്വനികളും പല ഗീതങ്ങളിലും ഉള്ള വിവിധ രാഗങ്ങളുടെ ശബ്ദവും അല്ലെങ്കിൽ രാഗങ്ങളുണ്ടാക്കാൻ ഉള്ള ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളും പാലാഴിയിലെ തിരമാലകളുടെ ശബ്ദമായും ആകാശത്തിലെ ഝംകാര ശബ്ദമായും കേൾക്കുന്ന ആ ശബ്ദധ്വനിയൊക്കെ ഒന്നാണല്ലോ. അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും അഖണ്ഡമായി മുറിവില്ലാതെ അത് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് അല്ല, അഖണ്ഡമായി മുറിവില്ലാതെ അവിഛിന്നമായിട്ടെന്നൊക്കെ പറയുമല്ലോ. ആ വിലസുന്ന ആനന്ദസ്വരൂപന് അഥവാ ഓങ്കാരസ്വരൂപന് എന്നാണ് എടുക്കണ ചതാവാം നമസ്കാരം. അപ്പം നമുക്ക് ആ സൃഷ്ടി ഒന്ന് ഓർമ്മിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും തോന്നുന്നുണ്ട്. അതായത് സൃഷ്ടിയിൽ നമ്മൾ കണ്ടുല്ലോ ആദ്യം പിന്നെ ഗുണങ്ങളുടെ സമതുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടു എന്താ പറയുക, മഹത്തത്വം ഉണ്ടായി, മഹത്തത്വം. പിന്നെ അതിൽ നിന്ന് അഹംബോധം ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി അല്ലേ. അത് കഴിഞ്ഞ് അഹങ്കാരം 3ആയി പിരിഞ്ഞ് താമസവും രാജസവും സാത്വികമായി. അപ്പോൾ സാത്വികത്തിൽ നിന്ന് ദേവതകളും അന്ധകരണവും ഉണ്ടായി, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി. പിന്നെ നമ്മൾ അന്ന് പറഞ്ഞു തമോ ഗുണാഹങ്കാരത്തിൽ നിന്നാണ് പിന്നെ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് പറഞ്ഞില്ലേ. അപ്പം അതിൽ ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടാവുന്നതിൻ്റെ ആദ്യത്തെ സട്ടിൽ എലിമെൻ്റ് തന്മാത്ര ആദ്യം ആ തമോ ഗുണാഹങ്കാരത്തിൽ നിന്നും പുറപ്പെട്ടത് ശബ്ദമാണ്. ഓം എന്നുള്ള ശബ്ദം. അത് നമുക്ക് അതുകൊണ്ട് ആ ശബ്ദം സോളിഡിഫൈ ചെയ്തിട്ടെന്നോ എങ്ങനെയാണ് പറയാൻ ശരി, അത് സംസ്കൃതത്തിൽ ഖനീഭവിച്ചെന്ന് പറയും. അതായത് ഇത് സട്ടിലാണേ, ആ ശബ്ദം സട്ടിലാണല്ലോ, നമുക്ക് തൊടാനോ ഒന്നും പറ്റില്ലല്ലോ, കേൾക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പം ആ ശബ്ദം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലാവുക. അതായത് ഖനീഭവിക്കുക എന്നാണ് അതിൽ ഉപയോഗിക്കുന്ന വാക്ക്. അത് സോൾഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സട്ടിൽ എലിമെൻറ്റ് അതിൻ്റെ തന്നെ ഗ്രോസ് എലിമെൻ്റ് ആകുമ്പോഴാണ് ആകാശം ഉണ്ടാവണത്. പിന്നെയാണ് ആകാശത്ത് നിന്ന് സ്പർശം എന്നുള്ള സട്ടിൽ എലിമെൻ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ത്വക്ക്, പിന്നെയാണ് ഫോം, രൂപം, അഗ്നി, പിന്നെ ജലത്തിൻ്റെ സട്ടിൽ എലിമെൻ്റ് രസം, ജലം, ഗന്ധം, ഭൂമി. അങ്ങനെയാണ് 5 തന്മാത്രകളും 5 പഞ്ചഭൂതങ്ങൾ ഉണ്ടാവണതിൻ്റെ മുമ്പേ എല്ലാറ്റിനും തന്മാത്ര ഉണ്ട്. അപ്പോൾ ആദ്യം തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ഈ ജഗത്തിൻ്റെ ഒരു വിത്തായിട്ടുണ്ടായത് ശബ്ദമാണ്. അതാണ് സട്ടിൽ എലിമെൻ്റ് ഓഫ് ആകാശം, തന്മാത്ര.
ആ ശബ്ദം തന്നെയാണ് പിന്നുള്ള എല്ലാ ശബ്ദത്തിൻ്റെ ആധാരം എന്നാണ് പറയണത് അല്ലേ. ആദ്യം ശബ്ദം ഉണ്ടായി, എന്നിട്ട് പിന്നെ ആകാശം അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് ചെവിയും ശരിക്കും അടച്ചു പിടിച്ച് നോക്കിയാൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും എന്തോരു ശബ്ദം കേൾക്കും. അതാണ് അത്ര ശബ്ദം. അത് ആകാശത്തിൻ്റെ തന്മാത്രയല്ലേ. ഈ ഒരു ആദ്യം ഉണ്ടായ ശബ്ദം തന്നെയാണ് അനാഹതധ്വനിയായിട്ട് ഋഷീശ്വരന്മാരുടെ ഉള്ളിലും പിന്നെയോ പാട്ടുകളിലെ വിവിധ രാഗങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശബ്ദവ്യത്യാസങ്ങളും പിന്നെയോ പാലാഴിയിൽ തിരയടിക്കണ ശബ്ദവും എല്ലാ ശബ്ദവും ഈ ഝംകാര ശബ്ദം തന്നെയാണ്. ഝംകാര ശബ്ദം ആണതിൽ പറഞ്ഞത്. പക്ഷേ ആ ഏത് ശബ്ദമാണ് ആദ്യം ഉണ്ടായത്, അതിൻ്റെ വിവിധ രൂപഭേദഭാവങ്ങളാണ് ഈ ലോകത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും. അതേപോലെയാണ് അതുപോലെ ഈ സച്ചിദാനന്ദ സ്വരൂപം, അതായത് സച്ചിദാനന്ദം എന്ന് പറയുന്ന ബ്രഹ്മം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണു. ശബ്ദമൊക്കെ ഒന്നാണ് പറഞ്ഞില്ലേ, ഈവൻ ദോ ഇറ്റ് അപ്പിയേഴ്സ് ഡിഫറെൻറ്റ് അല്ലേ. അതേപോലെ ബ്രഹ്മം ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് മായ കൊണ്ട് ഭേദഭാവന തോന്നിയിട്ട് നമുക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിലും, അതായത് സച്ചിദാനന്ദ സ്വരൂപമാണല്ലോ ബ്രഹ്മം. അതായത് നമ്മൾ പിന്നെ എക്സിസ്റ്റൻസ് കോൺഷ്യസ് ബ്ലിസ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അതിന് മലയാളത്തിൽ ഉണ്മ വെച്ചാൽ ഐ എക്സിസ്റ്റ് എന്നുള്ള വിചാരം. ഞാൻ എൻ്റെന്നൊന്നുമില്ല കേട്ടോ, അഹങ്കാരമായിട്ടില്ല. ഐ എക്സിസ്റ്റ്, ഞാൻ ഉണ്ട് എന്ന എല്ലാ ജീവികൾക്കും നമുക്ക് എപ്പോഴും ഉണർന്നിരിക്കുമ്പോൾ മുഴുവനും തോന്നണതാണ്. അപ്പം നമുക്ക് പിന്നെ എന്താ പറയുക, ബോധമുള്ള സമയത്ത് മുഴുവൻ തോന്നണതാണ് ഞാൻ എന്നുള്ളത്. അത് നമ്മൾ അറിയണ പോലും ഇല്ല കേട്ടോ. അതിനെയാണ് ഉണ്മ എന്ന് പറയുക, ഐ എക്സിസ്റ്റ് എന്നുള്ള ഭാവത്തിന്. അപ്പോൾ ഉണ്മ, പിന്നെ ഉണ്മയെക്കുറിച്ചുള്ള ബോധം, പിന്നെയോ അതിനെ ആ ഞാൻ തന്നെയാണ് ആ ഉണ്മ എന്ന് അറിയുന്ന അനുഭവം. അങ്ങനെ മൂന്നെണ്ണം ഉള്ളതേ. അതാണ് സച്ച് ചിത്ത് ആനന്ദം. അപ്പോൾ ഈ പിന്നെന്താണ്, നമുക്ക് ഞാൻ ആ പരബ്രഹ്മം തന്നെയാണ്, ഞാൻ ആ പരമാത്മാവ് തന്നെയാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ഉണ്ടാവുമ്പോഴുള്ള ആനന്ദത്തിനാണ് കേവല ആനന്ദം എന്നൊക്കെ പറയുക, സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ഭൗതികമായിട്ട് നമുക്ക് ആനന്ദം ഉണ്ടാവുമല്ലോ, സന്തോഷം ഇല്ലേ, അതും ശരിക്കും ഈ ആനന്ദത്തിൻ്റെ ഒരു ചെറിയ ഫോം തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം വെച്ചാൽ ഭൗതികമായിട്ടുള്ള ആനന്ദമൊക്കെ ക്ഷണികമാണ്, വളരെ ട്രാൻസിയൻ്റാണ്, ക്ഷണികമാണ്. കാരണം നമുക്ക് ഭൗതികമായിട്ടുള്ള ആനന്ദം നമുക്ക് നൽകുന്ന വസ്തു നിത്യമല്ല, പെർമനൻ്റ് അല്ല. അതുകൊണ്ടാണ് അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളൊരു വസ്തുവല്ല നമുക്ക് ആനന്ദം തരണം വെച്ചാൽ ആ വസ്തു വെച്ചാൽ നമ്മൾ ആനന്ദം നശിക്കില്ലേ. അപ്പോൾ ഭൗതികാനന്ദം ഈ ആനന്ദത്തിൻ്റെ ഒരു ഫോം തന്നെയാണ്. പക്ഷേ അത് ക്ഷണികമാണ്, അത് മറയും. പക്ഷേ ഈ കേവലാനന്ദം, സച്ചിദാനന്ദം ഒരിക്കലും അത് അതുപോലെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആനന്ദം നൽകുന്ന വസ്തു നിത്യമല്ല വെച്ചാൽ പിന്നെ നമ്മൾ ആനന്ദം നിത്യമല്ലല്ലോ. പക്ഷെ കേവലാനുഭൂതി പറഞ്ഞാൽ എന്താ, ഇറ്റേണലാണ്, ഇറ്റേണൽ ബ്ലിസ്സാണ്. അതായത് ആദ്യന്തരഹിതമായ ആനന്ദമാണ്, അഹൈതുക ആനന്ദമാണ്, കാരണമില്ല. അതാ നമ്മളതിലങ്ങട് ആ ആനന്ദം തന്നെയായി തീരുകയാണ്, സച്ചിദാനന്ദം. അങ്ങനെ കേവലാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഈശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം. അപ്പം അങ്ങനെ പറയാച്ചാൽ തൈത്തരീയോപനിഷത്തിൽ പറയുന്നുണ്ട്, എന്താ അത് ബാലകൃഷ്ണനായർ സാറ് പറഞ്ഞിട്ടുണ്ട്, ജഗത്ത് ആനന്ദത്തിൽ നിന്നുത്ഭവിച്ച് ഒന്നും പറ്റില്ല ഈ ആനന്ദത്തിനെ. പറഞ്ഞില്ലേ ബന്ധം വിടാതെ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ, ആനന്ദമായിട്ട് നിൽക്കുക. അപ്പോൾ ആ ആനന്ദത്തിൽ നിന്ന് ഉത്ഭവിച്ച് ആനന്ദത്തിൽ തന്നെ കുറച്ചു കാലം നിന്ന് ആനന്ദത്തിൽ തന്നെ ലയിക്കുന്നു. കാരണം ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല. അതിനെ മറച്ച് മായ കാണിക്കണതാണ് ഇതൊക്കെ, മായ സൃഷ്ടിക്കണതാണ്. അപ്പോൾ സൃഷ്ടിച്ചു കഴിഞ്ഞാലും എല്ലാം ആനന്ദം മാത്രമേ ഉള്ളൂ. അതാണ് തൈത്തരീയോപനിഷത്തിൽ അങ്ങനെ പറഞ്ഞത്, ജഗത്ത് ആനന്ദത്തിൽ നിന്ന് ഉണ്ടാവുന്നു, ആനന്ദത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു, ആനന്ദത്തിൽ തന്നെ ലയിക്കുന്നു. ആനന്ദമല്ലാതെ അവിടെ രണ്ടാമതൊന്നുമില്ല. അതിനാൽ
അതിനോണ്ടാണ് ഭഗവാനെ അവസാനത്തെ വരിയിൽ ആനന്ദ സ്വരൂപൻ എന്ന് പറഞ്ഞത്. അങ്ങനത്തെ സച്ചിദാനന്ദ സ്വരൂപനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഉദാഹരണം എടുത്തത് വളരെ ഇതാണ്. കാരണം ശബ്ദം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ആദ്യം ഉണ്ടായ ആ ശബ്ദം, ആ ശബ്ദം തന്നെയാണ് നമ്മൾ വിവിധ തരത്തിൽ. അതേപോലെ സച്ചിദാനന്ദം ഒന്നേ ഉള്ളൂ. അതിന്ന് ഇവിടെ കാണുന്നതൊക്കെ അത് മാത്രമേ ഉള്ളൂ. അതിന്നുണ്ടായി, അതിൽ നിന്ന് നിൽക്കണു, അത് തന്നെ ലയിക്കണു. അപ്പോൾ നമുക്ക് ഇതും ഒക്കെ വലിയ വേദാന്തം ചാൽ ബ്രഹ്മാനുഭൂതിയെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിച്ചാൽ ഭാഗ്യം എന്നല്ലാണ്ട് അനുഭവമാവാൻ ഈശ്വരകൃപ തന്നെ വേണമല്ലോ. ഝങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഓരോതുന്ന ഗീതകളിലും പാൽപ്പയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളു മാനന്ദരൂപ ഹരിനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.